നമസ്കാരം. ആശ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ചിങ്ങമാസം പിറക്കാറായി, ഓണക്കാലം വരവായി. ഓണക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് പൂക്കളെയാണ്. പൂക്കളം ഉണ്ടാക്കുക എന്നത് ഓണക്കാലത്തെ അത്യാവശ്യ കാര്യമാണ്. ഓണത്തിനെ വരവേൽക്കാനായി പ്രകൃതിയും കൂടെ ഒരുങ്ങാറുണ്ട്. എങ്ങനെയാണ് പ്രകൃതി ഒരുങ്ങുക? പ്രകൃതിയിലുള്ള എല്ലാ ചെടികളും പൂക്കുന്ന കാലമാണിത്. യാത്രയിൽ കണ്ടുമുട്ടിയ കാട്ടുചെടികളെ പറ്റിയാണ് ഇന്നത്തെ സംസാരം. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് സെക്ഷനിൽ വരുന്ന ഹൈപ്പ് പ്രസ് ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നു. നാട്ടുവഴികളിലൂടെ നടക്കുമ്പോൾ ധാരാളം കാട് കാണാം. കാട് എന്ന് നമ്മൾ പറയുന്ന സംഗതികൾ ആവശ്യമില്ലാത്ത ചെടികളാണ്. നമ്മൾ പൂന്തോട്ടത്തിൽ നമ്മളായിട്ട് വെച്ച് പിടിപ്പിക്കാത്ത ചെടികളാണവ. ആരോരും ശ്രദ്ധിക്കാതെ വഴിയോരങ്ങളിൽ കാട് കയറി കിടക്കുന്നവ കാടാന്നും പറഞ്ഞ് നമ്മൾ വെട്ടിക്കളയാറുള്ള സംഗതികൾ വഴി നീളെ ധാരാളമായി കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനങ്ങനെ നാട്ടുവഴിയിലൂടെ നടന്നപ്പോൾ വഴിയരികിലുണ്ടായിരുന്ന കാടുകളിലെല്ലാം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അപ്പോഴാണ് ഞാനും ഓർത്തത്, ചിങ്ങമാസം വരാറായല്ലോ, അതിനാൽ തന്നെ ഈ കാടുകളെല്ലാം പൂത്തു നിൽക്കുന്നതാണ് എന്ന്. കൂടുതലായി ഞാൻ ആ പൂക്കളെ ശ്രദ്ധിച്ചു. നമ്മൾ സാധാരണയായി നട്ടുവളർത്തുന്ന ഗാർഡനിങ്ങിൽ ചെയ്യുന്ന പൂന്തോട്ടത്തിൽ ചെയ്യുന്ന പൂക്കളൊന്നുമല്ല. റോസായോ പിച്ചിയോ മുല്ലയോ ചെമ്പരത്തിയോ അങ്ങനെയുള്ള പൂക്കളൊന്നുമല്ല. ഈ പൂക്കളുടെ പേരുകളും അറിയില്ല. കാട്ടുപൂക്കൾ എന്ന് പറയാം. ഞാൻ അങ്ങനെയുള്ള കാട്ടുപൂക്കളെ ഓരോന്നിനെയായി വളരെയധികം ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് അത്ഭുതമുണ്ടായത്. എന്ത് ഭംഗിയാണ് ഓരോ പൂക്കളും കാണുവാൻ. പല വിധത്തിലുള്ള നിറത്തിലും പല വിധത്തിലുള്ള ആകൃതിയിലും ഉള്ള പൂക്കളെ ഞാൻ കണ്ടു. അങ്ങനെ കുറേ അധികം പൂക്കളെ ഞാൻ കണ്ടത് കാട്ടുചെടികളിൽ. ആ പൂക്കളെ പറ്റി ഇന്ന് സംസാരിക്കാം. ആദ്യമായി പറയുന്നത് മഞ്ഞ നിറത്തിലുണ്ടായ ഒരു പൂവാണ്. അത് കാട്ടുചെടിയാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അതുപോലെ ഭംഗിയാണ് ആ പൂവിന്. സ്വർണ്ണ നിറത്തിൽ ഉണ്ടായ പൂവ് പണ്ട് കാലങ്ങളിൽ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുമായിരുന്നു. അതിൻ്റെ ഡിസൈൻ കമ്മൽ ഉണ്ടാക്കുമായിരുന്നു. കമ്മൽ പൂവ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നടുക്കായി തേനീച്ച കൂട് പോലെ ഒരു ഭാഗവും അതിന് ചുറ്റുമായി ഇതളുകൾ വിരിഞ്ഞ് നിൽക്കുന്നതും വട്ടത്തിലാണ്. അത് കംപ്ലീറ്റായി നല്ല വൃത്തത്തിൽ ഉള്ള നല്ല ഒരു പൂവ്, സ്വർണ്ണ നിറത്തിൽ ആ പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു. അതിനെ എടുത്ത് പരിശോധിച്ചപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം ഉണ്ടായി. ഒരു കാട്ടുചെടിയിലാണോ ഇത്രയധികം ഭംഗിയുള്ള ഒരു പൂ ഉണ്ടായത്? പിന്നീട് എനിക്കുണ്ടായ അത്ഭുതം, ഒരു ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ കണ്ടതാണ്. അത് കാട്ടുചെടി തന്നെയാണ്. നമ്മളൊന്നും ശ്രദ്ധിക്കാതെ കാടായിട്ട് പറിച്ചു കളയുന്ന ഒരു ചെടിയാണ്. അത് നിറയെ പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് നോക്കിയതാണ്. വെള്ള നിറത്തിലുള്ള പൂക്കൾ, കുലകുലയായി പൂക്കൾ നിൽക്കുന്നു. അതിൻ്റെ ഒരു ഫോട്ടോയും ഞാൻ എടുത്തു. അത് ഒരു ചെറിയ പന്ത് പോലെ, ഒരു കുഞ്ഞു കുഞ്ഞു പന്തുകൾ നിൽക്കുന്നത് പോലെ വെള്ള കളറിൽ ഉള്ള പൂക്കളാണ്. അതിൽ എനിക്ക് അത്ഭുതമുണ്ടായത് എന്ന് വെച്ചാൽ, ആ ചെടി തന്നെ കുറച്ച് ദൂരെ മാറി ഞാൻ കണ്ടു. അതിൻ്റെ ചെറിയ പൂക്കൾ എന്ന് പറഞ്ഞാൽ പൂവായിട്ട് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പൂവായിട്ട് ഉണ്ടായി വരുമ്പോൾ ഈ പൂക്കൾക്ക് നീല നിറമാണ്. ഇളം വയലറ്റ് നിറത്തിലുള്ള നീല കളർന്ന ഒരു കളർ. അത് ഇച്ചിരി പ്രായമായിട്ട് 2-3 ദിവസം പ്രായമായി കഴിയുമ്പോഴാണ്
വെള്ള നിറത്തിൽ ആകുക. അപ്പോൾ ഒരു ചെടിയിൽ തന്നെ 2 നിറത്തിലുള്ള പൂക്കളാണ്, നീല കളറിലും വെള്ള കളറിലും. എന്ത് അത്ഭുതമാണ് ഈ പ്രകൃതിയുടെ വികൃതികൾ. പിന്നീട് ഞാൻ കണ്ടത് കോളാമ്പി പോലെയുള്ള പൂക്കളാണ്. ഇളം വയലറ്റ് നിറത്തിൽ കോളാമ്പി എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ഒരു ഉപകരണമാണ്. നമുക്ക് മുറുക്കി തുപ്പാനും മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. ഇതേ ആകൃതിയിൽ തന്നെ നമ്മൾക്ക് ഒരു വാദ്യ ഉപകരണം ഉണ്ട്. നാഗസ്വരം അല്ലെങ്കിൽ നാദസ്വരം എന്ന് പറയുന്ന ഉപകരണം ഏകദേശം ഇതേ ആകൃതിയാണ്, കോളാമ്പി എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഗ്രാമഫോൺ റെക്കോർഡ് വെക്കുമ്പോൾ മൈക്ക് സെറ്റിന് പകരം കോളാമ്പി വെക്കുമായിരുന്നു, കൂടുതലായി സൗണ്ട് കിട്ടാൻ വേണ്ടി, ഒച്ച കൂടുതൽ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു ഉപകരണമാണ്, ആംപ്ലിഫയർ എന്ന് പറയാം. അതുപോലെയുള്ള കോളാമ്പിയുടെ ആകൃതിയിൽ ഞാൻ കണ്ട ഒരു പൂവാണ് ഇളം വയലറ്റ് നിറത്തിൽ. അത് ഉണ്ടായ സമയം ഇളം വയലറ്റ് നിറമാണ്. അത് ഇച്ചിരി കൂടെ പ്രായമായി കഴിഞ്ഞപ്പോൾ ഒരുവിധം നല്ല വയലറ്റ് കളറായി. ഇത് ധാരാളമായി പൂത്തു നിൽക്കുന്നു വഴിയരികുകളിൽ. പിന്നീട് കാണുന്ന ചെടിയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഓണപ്പൂക്കളത്തിൽ. അതാണ് തുമ്പപ്പൂ. തുമ്പപ്പൂ എന്ന് പറയുന്നത് ഒരു കാട്ടുചെടിയാണ്. വെള്ള നിറത്തിൽ വെളുത്ത അരി, നീളമുള്ള വെളുത്ത അരി, നമ്മൾ ചോറ് വെക്കുന്ന നീളമുള്ള വെളുത്ത അരിയുടെ അത്രയും വലിപ്പമേ കാണുകയുള്ളൂ തുമ്പപ്പൂവിന്. നല്ല വെള്ള നിറത്തിൽ ഈ തുമ്പപ്പൂവ് അത്യാവശ്യം വേണ്ട സംഗതിയാണ് പൂക്കളത്തിൽ ആദ്യം നമ്മൾ സ്ഥാപിക്കുന്നത് ഈ തുമ്പപ്പൂക്കളെയാണ്. തുമ്പപ്പൂവ് എന്ന് പറയുന്നത് പാർവതി ദേവിയുടെ കാൽപാദം എന്നാണ് വയ്പ്. എന്ന് വെച്ചാൽ ഈ തുമ്പപ്പൂവിന് കാൽപാദത്തിൻ്റെ ഒരു ആകൃതിയാണുള്ളത്. നല്ല മനോഹരമായ സ്ത്രീകളുടെ ചെറിയ ഒരു കാൽപാദം, അത്രയും ഉള്ള ആകൃതിയാണ് ഈ തുമ്പപ്പൂവിന്. അതിനാൽ തന്നെ പാർവതി ദേവിയുടെ കാൽപാദമാണ് തുമ്പപ്പൂവ് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ പൂക്കളത്തിൽ ഏറ്റവും ആദ്യം വയ്ക്കുക തുമ്പപ്പൂവാണ്. ഈ തുമ്പപ്പൂവ് വഴിയരികിൽ ഇഷ്ടംപോലെ കാണും. നമ്മൾ കാട്ടുചെടിയിൽ നിന്നും പറിക്കുന്ന തുമ്പപ്പൂവിനെയാണ് വളരെ ആദരവോടെ പൂക്കളത്തിൽ വയ്ക്കുക. എന്നാൽ എല്ലാവരും കാടും ചെടികളും എല്ലാം വെട്ടി മാറ്റി കളഞ്ഞതിനാൽ ഇപ്പോൾ തുമ്പകളെ അധികമായി വഴിവക്കുകളിൽ കാണാറ് പതിവില്ല. എങ്കിലും ഓണക്കാലമാകുമ്പോൾ തുമ്പപ്പൂ തേടി പോകാറുണ്ട്. പണ്ട് കാലത്തെ ഓണപ്പൂക്കളം ഉണ്ടാക്കുന്നതെല്ലാം കാട്ടുപൂക്കളും തുമ്പപ്പൂക്കളും ഒക്കെ വെച്ചായിരുന്നു. കുട്ടികളെല്ലാം പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി നടന്ന് വഴിവക്കിലും തൊടികളിലും പോയി പൂക്കൾ ശേഖരിച്ച് കൊണ്ടുവന്നിട്ടായിരുന്നു പൂക്കളം വയ്ക്കുക. ഇന്നത്തെ കാലത്താണ് നമ്മൾ കാശ് കൊടുത്ത് മാർക്കറ്റിൽ നിന്നും പൂക്കൾ വാങ്ങിക്കൊണ്ടുവരിക. അതും കേരളത്തിൽ പൂക്കൾ കിട്ടണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും പൂക്കൾ നമ്മൾ വാങ്ങി വരണം. പിന്നീട് ഞാൻ കണ്ട പൂവ് കൃഷ്ണകിരീടം എന്ന് പറയുന്ന പൂവാണ്. കൃഷ്ണകിരീടം എന്ന് പറയുന്നത് കിരീടം പോലെ നല്ല വലിപ്പത്തിൽ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന പൂവ്. നല്ല ചുമന്ന കളറും ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ മഞ്ഞ നിറത്തിൽ ഉള്ള നാരുകൾ, ഈ പൂവിൽ നിന്നും നീണ്ടു നിൽക്കുന്ന നാരുകളും ഉണ്ട് ഈ കൃഷ്ണകിരീടം പൂവിന്. അതും ഒരു കാട്ടുചെടിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുപോലെ ഭംഗിയാണ് ഈ കൃഷ്ണകിരീടം ചെടിയുടെ പൂവ് കാണുവാൻ വേണ്ടി. അപ്പം ഇതുപോലെ ധാരാളമായി കാട്ടുപൂക്കൾ വിരിഞ്ഞു വരുന്ന ഒരു സമയമാണ് ചിങ്ങമാസം. പ്രകൃതി തന്നെ ചിങ്ങമാസത്തെ വരവേൽക്കുന്നു. ഓണപ്പൂക്കളം തീർക്കാൻ വേണ്ടി പ്രകൃതി തന്നെ ഈ പൂക്കളെയെല്ലാം വിരിയിച്ച് നിർത്തിയിരിക്കുന്നു. നമുക്കും ഓണത്തിനെ വരവേൽക്കാം
ഈ പൂക്കളെയെല്ലാം ശേഖരിച്ച് പൂക്കളമുണ്ടാക്കി പുതിയ ഒരു ഓണാഘോഷം ചെയ്യാം. അതിനായി അടുത്ത വരുന്ന ദിവസങ്ങളിൽ ഓണാഘോഷം ആഘോഷിക്കുമ്പോൾ ഈ പൂക്കളെയൊക്കെ ഓർക്കുകയും പറിക്കുകയും പൂക്കളത്തിൽ ചേർക്കുകയും ചെയ്യാം. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.